അസ്സലാമലൈക്കും, നമസ്കാരം. ഞാൻ പാലക്കാട്. പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന എല്ലാ സംഭവങ്ങളെയാണ് മാക്സിമം കൊണ്ടുവരാൻ നോക്കുന്നത്. അത് ചിലപ്പോൾ നെഗറ്റീവ് ഉണ്ടാവും, പോസിറ്റീവ് ഉണ്ടാവും. അപ്പം നമ്മൾ നെഗറ്റീവ് കൊണ്ടുവരുമ്പോൾ ഈ എന്താ പറയുക, ഈ സർക്കാരിനെതിരെയാണ് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെതിരെയാണെന്ന് ചിന്തിക്കരുത്. പോസിറ്റീവ് വരികയാണെങ്കിൽ ഇവരെ സപ്പോർട്ട് ചെയ്യണമെന്നല്ല, നമ്മൾ നമ്മുടെ രാജ്യത്തിനുള്ളിൽ നടക്കുന്ന നല്ലതും ചീത്തയുമാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ പെട്രോളിനൊക്കെ നല്ല വില കൂടുതലാണ്, നമുക്കെല്ലാം അറിയാം. അതുപോലെ തന്നെ പെട്രോളിന് വില കൂടിയതുകൊണ്ട് സാധനങ്ങൾക്കൊക്കെ വില കൂടുതലാണ്. പക്ഷെ അങ്ങനെയൊക്കെ ഒരു സൈഡ് പോയാലും വേറൊരു സൈഡ് നോക്കിക്കഴിഞ്ഞ് പറഞ്ഞാൽ, ഇപ്പോൾ ട്രെയിനുകൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ്റെ ഉള്ളിൽ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനുകളിലെല്ലാം ഒരുപാട് മാറ്റങ്ങൾ. ഇപ്പോൾ പുതിയൊരു ട്രെയിൻ ഇറങ്ങാൻ പോവുകയാണ്. അതിൻ്റെ പരീക്ഷണം പാലക്കാട് നടത്തി പൊള്ളാച്ചി പാലക്കാടാണ് വരാൻ പോകുന്നതെന്ന് വിചാരിക്കുന്നത്, ഈ പഴനി അങ്ങനെയൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് ഡബിൾ ടെക്കറാണ്. അതായത് നമ്മുടെ വിദേശ രാജ്യത്തിനേക്കാളും ഭംഗിയുണ്ട് ഈ ട്രെയിൻ കാണാൻ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ഫാൻസി പോലെയാണ് ഇതിൻ്റെ ഓരോരോ ബോക്സും ഇറക്കിയിരിക്കുന്നത്. നല്ല രസമുണ്ട്. എന്തായാലും ഇത് വിജയകരമായിട്ട് ഇതിൻ്റെ ട്രെയിനിങ് ഒക്കെ നടന്നു കഴിഞ്ഞു. അപ്പോൾ എന്തായാലും ഇനിയും ഇതേപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാരിൻ്റെ സൈഡിൽ നിന്ന് വരുന്ന പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഒരു വലിയൊരു സമൂഹം ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ വരുന്നത്. പക്ഷേ ഇതിൻ്റെ അകത്ത് കിടക്കുന്ന കുറേ വർഗീയതവാദികളുണ്ട്. അവരാണ് സത്യം പറയുന്ന ഏറ്റവും വലിയ പ്രശ്നം. ഈ വർഗീയതവാദി എന്ന് വെച്ച് കഴിഞ്ഞ് പറഞ്ഞാൽ ഓരോ സ്ഥലത്ത് ആവശ്യമില്ലാതെ കിടന്നിട്ട് വർഗീയത പറയുക, മറ്റുള്ള മതങ്ങളെ അപമാനിക്കുക, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനത്തെ വികസനമൊന്നും പ്രത്യേകിച്ച് കേരളത്തിലേക്ക് എത്ര തന്നെ വികസനം അവർ കേന്ദ്രത്തിൽ നിന്ന് കൊടുത്താൽ പോലും അത് വലിയ രീതിയിൽ എഫക്റ്റ് ചെയ്യാത്തതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കേരളത്തിനുള്ളിലുള്ള ഇവരുടെ നേതാക്കന്മാരും ഇനിയിപ്പം മറ്റുള്ള ആളുകളായാലും ശരി, എല്ലാവരെയും പറയാൻ പറ്റില്ല, കുറച്ച് ആളുകൾ എന്ത് ചെയ്യും, വന്നിട്ട് ഏതെങ്കിലും ഒരു മതത്തിനെ അപമാനിക്കുക, അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഓരോരോ വിഡ്ഢിത്തരങ്ങൾ പറയുക. അപ്പം ഈ കേന്ദ്ര സർക്കാർ ചെയ്യുന്ന ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്നുമില്ലാതാകുന്നത്. അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടിട്ടാണ്. അപ്പം എന്തായാലും ഒരു അടിപൊളി ഹഡാറ് ട്രെയിന് വരാൻ പോവുകയാണ് നമ്മുടെ കേരളത്തിൻ്റെ അകത്ത്. നല്ല രസം എന്തായാലും ഉണ്ട്. തീർച്ചയായിട്ടും നമുക്ക് നല്ലത് ചെയ്താൽ അത് ആര് തന്നെയായാലും സപ്പോർട്ട് തന്നെ ചെയ്യുക. അതേസമയം നമുക്ക് നെഗറ്റീവായിട്ട്, അതായത് അവർ ദോഷങ്ങളായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് തുറന്ന് കാണിക്കാം. അതൊന്നും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇപ്പോൾ ഇവിടെ വന്നിട്ട് ട്രെയിനുകളുടെ മാറ്റങ്ങൾ നിങ്ങൾക്ക് എല്ലാം അറിയാമല്ലോ. കേരളത്തിൻ്റെ ഉള്ളിൽ വന്ദേ ഭാരത് ഉൾപ്പെടെ ഒരുപാട് ട്രെയിനുകളാണ് വന്നത്. അതിൽ നമ്മുടെ കേരളത്തിന് വളരെ കുറവാണ് കിട്ടുന്നത്. അതിന് കാരണം എന്താണെന്ന് അറിയാലോ, ഭരണം അവരുടെ ഇല്ലാത്തതിൻ്റെ കാരണം തന്നെയാണ്. എങ്കിൽ പോലും ഇപ്പോൾ ഡബിൾ ട്രക്ക് വന്നിട്ടുണ്ട്. അതായത് അതിൻ്റെ ട്രെയിലറും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. ഇനി തീർച്ചയായിട്ടും കുറച്ച് ദിവസം കൊണ്ട് തന്നെ ഇത് ഇറങ്ങും. ഇറങ്ങി കഴിഞ്ഞ് പറഞ്ഞാൽ കുറേ സ്ഥലത്തേക്ക് ഇറങ്ങിക്കുന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ ട്രെയിനിൻ്റെ ആ ഒരു മുഖച്ഛായ തന്നെ മാറും. അപ്പോൾ നമുക്കറിയാം, ഈ റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോയി കഴിഞ്ഞ് പറഞ്ഞാൽ നാറിയിട്ട് നിൽക്കാൻ പറ്റില്ല. എവിടെ നോക്കിയാലും ഈ ആളുകളൊക്കെ ബാത്റൂമിൽ പോകാൻ സൗകര്യമില്ലാതെ അവിടെ ഇവിടെയെല്ലാം മറ്റേ ഇതാക്കി വെക്കുന്നതും ഒരുമാതിരി വൃത്തിയില്ലാത്ത ട്രെയിനൊക്കെ കാണുമ്പോൾ, നമ്മുടെ ഈ ബോക്സൊക്കെ കാണുമ്പോൾ ഒരുമാതിരി വൃത്തിയില്ലാതൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ട്രെയിനും സീറ്റും ഇരിക്കുന്നതൊക്കെ നോക്കുമ്പോൾ നമുക്കൊരു വിദേശത്ത് കിട്ടാവുന്ന ആ ഒരു രീതിയിലാണ് ആ ഫെസിലിറ്റി വരുന്നത്. നമുക്ക് പല വിമർശനവും, നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പലതും ഉണ്ടാകാമായിരിക്കാം. പക്ഷെ എങ്കിൽ പോലും ഈ ഒരു സംഭവങ്ങളൊക്കെ എന്തായാലും അത് അവരുടെ ഒരു ക്രെഡിറ്റ് തന്നെയാണ്, അത് അവരുടെ ഒരു കഴിവ് തന്നെ. അത് നമുക്ക് അംഗീകരിച്ച് മതിയാവും. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും മറക്കാതെ ഷെയർ ചെയ്യുക. പുതിയൊരു വിഷയമായിട്ട് തീർച്ചയായിട്ടും വരുന്നതാണ്. ഓക്കേ.